കത്തിക്കടാ. അല്ല മഞ്ജുഷേ, അല്ലല്ല ചുമ്മാ ഇരിക്കാൻ പറയാം. സ്ഥിരമായിട്ടുള്ള ശൈലി അത്. ഒരു മര്യാദ കാണിക്കട്ടെ ചർച്ചയിൽ വന്നിട്ട്. ഇവിടെ സമയം 7:16 കഴിഞ്ഞിരിക്കുന്നു. ഇതിന് തത്തുല്യമായ സമയം എനിക്ക് ലഭിക്കണം. ഞാൻ സംസാരിക്കും. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, പിടിച്ചു മാറ്റവനെ. ഇപ്പൊ മാറ്റി തരാം. താങ്കളുടെ അടുത്ത അവസരത്തിൽ പറയുന്നേ, താങ്കൾക്ക് മാത്രം താങ്കൾ മഞ്ജുഷ മാത്രം സംസാരിച്ചാൽ മതിയോ? അതിന്റെ അകത്തൊരു പഴമുണ്ട്, അത് വായിക്കുറ്റി കേട്ടോണ്ട്. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. താങ്കളുടെ അവസരത്തിൽ പറയുന്നേ, താങ്കളുടെ അവസരത്തിൽ പറയേ, താങ്കളുടെ മര്യാദ കാണിക്കുക. സർക്കാരിന്റെ കാലത്ത് ഇവനിത് ഓവറാക്കും. അതല്ലടാ, താങ്കൾ മര്യാദ കാണിക്കണേ. ഞാൻ ചാമക്കാല ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വന്നല്ല. അല്ലല്ല, അങ്ങനെ സംസാരിക്കണ്ട. അങ്ങനെ അൽക്കുമാർ സംസാരിക്കണ്ട. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? നോ. അല്ല, താങ്കൾക്ക് പറയാനുള്ള ഈ മഞ്ജുഷുമായിട്ട് പറയാനുള്ള താങ്കളുടെ അവസരം കഴിഞ്ഞേ. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വെറുപ്പിച്ചാ പോലെ. ഞങ്ങളൊരു സ്ഥാപനം നടത്തില്ല. ഞാനും ബബേട്ടനും ഇവിടെ താങ്കളുടെ അവസരം കഴിഞ്ഞെന്ന് പറഞ്ഞ എത്ര നേരമായി? താങ്കൾ സ്ഥിരമായി വന്നിരുന്ന ഈ ചർച്ച അലുമ്പാക്കാൻ നിൽക്കല്ലേ? ഇന്നലെ ഇത് തന്നെയാണ് താങ്കളുടെ അവസ്ഥ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. UDF സർക്കാരിനെ പോലെ അല്ലല്ല. പോയി കേസ് കൊടു. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു. കിടക്കുന്നത് കണ്ടില്ലേ? താങ്കൾ പറയണ്ട. താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. താങ്കൾ 15 മിനിറ്റ് 16 മിനിറ്റ് താങ്കൾ പുരാണ ഞങ്ങളെല്ലാം കേട്ടു. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. പോയി കേസ് കൊടു. അവരെയൊന്നുമല്ല, നിങ്ങളെയാണ് കളവ് നിങ്ങളെയല്ല, മഞ്ജുഷനല്ല പിടിക്കുന്നത്. ബ്ലഡി ഫൂൾ. കേസൊന്നും കൊടുക്കാൻ സൗകര്യപ്പെടില്ലേ? പറഞ്ഞു പോകാൻ പറയൂ. അക്രമം ഞാൻ പോർക്കില്ല മാത്തൂട്ടിച്ചായ. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ.